ഹായ്, ഞാൻ ഷെറിൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സിറ്റിയിൽ നിന്നും മാറി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് പൊറ്റയിൽ ദേവീ ക്ഷേത്രം. ഇവിടെ നിന്ന് വെറും ഒരു 10 മീറ്റർ മാറി, ആ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലം വരെ ഒരു 10 മീറ്റർ മാറി കഴിയുമ്പോൾ ഒരു ലെഫ്റ്റിലേക്കൊരു വഴി കാണാം. അവിടെ നിന്ന് ഒരു 500 മീറ്റർ മാത്രമാണ് നമ്മുടെ ഹൗസ് വില്ലയിലേക്ക് പോകേണ്ട വഴി. സോ ഇതാണ് ദേവീ ക്ഷേത്രത്തിൻ്റെ അവസാനിക്കുന്ന മതിൽ. ഇതിനോട് ചേർന്നാണ് നമ്മുടെ വില്ലയിലേക്ക് പോകേണ്ട വഴി. ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വഴീനെ. അതുമാത്രമല്ല, ദേവീ സ്റ്റോഴ്സിന് തൊട്ട് അടുത്തായിട്ടുള്ള വഴിയിലേക്കാണ് പോകേണ്ടത്. വെറും 500 മീറ്റർ മാറിയാണ് നമ്മുടെ ഹൗസ് വില്ല ഉള്ളത്. റോഡിൽ നിന്ന് മാറി വെറും 500 മീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ ഹൗസ് വില്ലയിലോട്ട്. സോ ഇവിടെ ഒരു ആർച്ച് കാണാൻ സാധിക്കും. ഈ ഒരു ആർച്ച് കഴിഞ്ഞാണ് നമ്മൾ വെറും ഒരു 10-15 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹൗസ് റോഡിലേക്ക്. സോ നമുക്ക് നമ്മുടെ ഹൗസ് പ്ലോട്ടിലേക്ക് പോകാം. ഹായ്, ഞാൻ ഷെറിൻ. ഞാനെന്നുള്ളത് തിരുമല പൊറ്റയിലാണ്. സോ പൊറ്റയിൽ ദേവീ ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്റർ മാറിയാണ് ഞാനിന്ന് നിങ്ങളുടെ കുറച്ച് പ്ലോട്ടുകൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഹൗസ് പ്ലോട്ടുകളാണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വില്ല പോലെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടുള്ളൊരു ഏരിയ കാണുന്നത്. ഇവിടെ കുറച്ച് വീടുകൾ പണി നടക്കുകയാണ്, കുറേയൊക്കെ പണി നടന്ന് ഓൾറെഡി സെയിലായ വീടുകളാണ് ഉള്ളത്. സോ ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ലാസ്റ്റത്തെ 2 സൈഡിലുള്ള വീടിനെയാണ് കാണിക്കുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ട വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ വീട് വരുന്നത്. തികച്ചും എന്താ പറയുക, നേരത്തെ കണ്ടതിനെ കാട്ടി കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചേക്കുന്നത്. സോ അതോടൊപ്പം തന്നെ ഫസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഗേറ്റിൽ നിന്ന് തുടങ്ങാം. സോ സ്ലൈഡിങ് ഗേറ്റ് തന്നെയാണ്. 2 വിശാലമായ കാർ പാർക്ക് ചെയ്യേണ്ട സൗകര്യങ്ങൾ ഈ വീടിലുണ്ട്. പിന്നെ 2 സൈഡ് ഗാർഡൻ സെറ്റ് ചെയ്യേണ്ട ഏരിയ വരുന്നുണ്ട്. പിന്നെ തുടക്കം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബാക്ക് ഏരിയയിലെ ആദ്യത്തെ കിണറാണിത്. സോ അത്യാവശ്യം വെള്ളമുള്ള ഒരു കിണർ തന്നെയാണിത്. പിന്നെ വോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6 അടി പൊക്കം വരുന്ന ഒരു വോളാണിത്. ചുറ്റിനെ നല്ല രീതിക്കും പൊക്കത്തിന് കെട്ടി അടമാനമാക്കിയിട്ടുള്ള ഒരു വോളാണ്. സോ ഇവിടെ ഒരു അലകല്ല് കാണുന്നുണ്ട്. സോ ഇതാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ വാതിൽ. സോ അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നിൽക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ടെറസിലേക്ക് പോവേണ്ട സ്റ്റെപ്പ്. ടെറസ് നമുക്ക് അവസാനം കാണിച്ചു തരാം. സോ ഇത് അടുത്തൊരു ബാക്ക് ഏരിയയാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബാക്ക് ഏരിയയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗാർഡനും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണിത്. പിന്നെ ഇൻ്റർലോക്ക് ഇട്ട നല്ലൊരു മുറ്റം തന്നെ നമുക്കിവിടെ ഉണ്ട്. സോ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. സോ ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈറ്റിങ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു വോള് വരുന്നത് സ്റ്റോൺ ടൈൽസ് കൊണ്ടാണ് ഈ വോള് നിർമ്മിച്ചേക്കുന്നത്. സോ ഇതാണ് ഡോറ്, വുഡൻ ഡോറാണ്. സോ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല രീതിക്കാണ് ഇൻറ്റീരിയർ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും നമുക്ക് നോർമലി അറിയാം TV വെക്കേണ്ട ഒരു ഏരിയ ആണെന്ന്. അത്യാവശ്യം വലിയൊരു TVയും കാര്യങ്ങളൊക്കെ ഇവിടെ പോവും. അത് മാത്രമല്ല, സ്റ്റാൻഡ് വരുന്നത് വുഡൻ സ്റ്റാൻഡാണ് വരുന്നത്. കാര്യം നമ്മുടെ ഡെക്കോറും തിങ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പാർട്ട് വരുമ്പോഴത്തേക്കും വുഡനിലാണ് വന്നേക്കുന്നത്. കബോർഡും കാര്യങ്ങളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ. സോ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. സോ ഈ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് ഏരിയ ആണ് വരുന്നത്. ഇവിടെയും ഒരു വുഡനിലാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അടുത്ത് നമ്മുടെ വരുന്ന ഓപ്പൺ കിച്ചണാണ്. സോ ഈ ഓപ്പൺ കിച്ചണും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ വുഡനിലാണ് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡെക്കോർ തിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ പറ്റും. അപ്പം കിച്ചണിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ വുഡനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കബോർഡ് തന്നെ തൊടുമ്പോഴത്തേക്കും എല്ലാം വുഡനിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് വന്നിട്ട് വുഡൻ ടച്ചും ഇൻപുട്ട് വന്നിട്ട് നമ്മുടെ മോഡേൺ എന്ന് വേണമെങ്കിൽ പറയാം, മോഡേണിറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ
ഡോറ്, പുറത്തേക്ക് ഇറങ്ങേണ്ട വാതിൽ, ബാക്ക് വശം ഇറങ്ങേണ്ട ഒരു വാതിലാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും കബോർഡ്സും കാര്യങ്ങളൊക്കെ വുഡനിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കും സ്പേഷ്യസ് ആണ് ഇവിടുത്തെ കബോർഡ് വരുന്നത്. പിന്നെ ഇവിടെ ഇൻറ്റീരിയർ കാര്യം അതിനും ഒരു ഇതില്ല. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറച്ചും കൂടി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഒരു 90% മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ ഈ ഏരിയയിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. സോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പം ഇതും ഡോറ് ചെയ്തേക്കുന്നത് വുഡനിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പറയുന്ന കബോർഡും ചെയ്തേക്കുന്ന വുഡനിൽ തന്നെയാണ്. പിന്നെ ഈ ഒരു മിഡിൽ പോർഷനിലായിട്ടാണ് മിററും കാര്യങ്ങളും വരുന്നത്. ഡ്രസ്സിങ് ടേബിൾ വരുന്നത് മിഡിൽ പോർഷനിലാണ്. പിന്നെ അതേപോലെ തന്നെ വാഷ്റൂമിൻ്റെ ഡോറ് വന്നിട്ട് PVC ഡോറാണ്. വാഷ്റൂം അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ക്ലോസറ്റ് ആയാലും ഈ പറയുന്ന വാഷ് ബേസിൻ ആയിരുന്നാലും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ പവർ സപ്ലൈ തിങ്സും കാര്യങ്ങളും പോകുന്നതെന്ന് പറയുമ്പോൾ വി ഗാർഡിൻ്റെ പവർ സപ്ലൈയും കാര്യങ്ങളുമാണ്. നമുക്ക് രണ്ടാമത്തെ ഒരു റൂമാണിത്. ഇവിടെയും നോക്കുമ്പോഴത്തേക്കും സെയിം ആസ് ആ റൂം പോലെ തന്നെയാണ്. ഡോറ് വരുന്നത് വുഡനിൽ തന്നെയാണ്. അതേപോലെ തന്നെ കബോർഡ്, സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്, ഡ്രസ്സിങ് ടേബിള്, അതേപോലെ തന്നെ PVCയുടെ വാഷ്റൂമിൻ്റെ ഡോറ്, പിന്നെ ക്ലോസറ്റും ഈ പറയുന്ന വാഷിംഗ് ഏരിയയും വന്നിട്ട് പ്രീമിയം ക്വാളിറ്റി ഉള്ള തിങ്സ് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. സോ അടുത്ത മൂന്നാമത്തെ റൂം, ലാസ്റ്റത്തെ റൂമാണിത്. സോ ഇവിടെ വന്നിട്ടും നോർമലി അത് തന്നെയാണ്. വുഡൻ ഡോറ് തന്നെയാണ്. വുഡൻ കബോർഡ്സും ഡ്രസ്സിങ് ടേബിളും അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസും കാര്യങ്ങളും ഉണ്ട്. PVC ഡോഴ്സും. പിന്നെ കുറച്ച് വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ടൈലിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ടൈലിൻ്റെ ഒരു മാറ്റക്കളികളൊക്കെ ഉണ്ട് അപ്പുറത്തേനെക്കാട്ടി. ഇതാണ് ഈ ഒരു ഏരിയയിലുള്ള 3 റൂംസും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ, ഓപ്പൺ കിച്ചൺ, ഇതല്ല. സോ ഈ വീട്ടിലുള്ള മിക്ക കാര്യങ്ങളും വുഡനിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. സോ 4.25 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റാണ് ഇവിടെ വരുന്നത്. സോ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 45 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. സോ ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു 45 lakhsന് നമുക്ക് ഒരു ഡീല് കിട്ടുന്നത്. സോ എന്താ പറയുക, ലൈക്ക് ബ്രോക്കേഴ്സോ കാര്യങ്ങളോ ഇടയ്ക്കില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു റേറ്റ്. സോ ആലോചിക്കാനായിട്ട് ഒന്നുമില്ല, താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.